ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം ഞാൻ നിങ്ങളുടെ ന്യൂ ക്ലാസ് ടീച്ചറാണ്. എൻ്റെ വിഷയം ബയോളജിയാണ്. പുതിയ സാറ് വന്ന് ഇവൻ ഇന്നും ലേറ്റ് ആവുന്നാ തോന്നണത്. അപ്പോൾ സ്റ്റുഡൻസ് സാധാരണ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൽ 9:30-ക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ 10 മണിയായി. പിന്നെ ഞാൻ ലേറ്റായത് പ്രിൻസിപ്പൽ റൂമിലായിരുന്നു, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇനി വേറെ ആരും വരാനില്ലാതെ ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താടാ പട്ടി ഇങ്ങനെ കിടന്ന് വിളിക്കണത്? സാറ് വന്ന് കണ്ടില്ലേ? കേക്കും. എടി രാവിലെ തന്നെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കണ്ടെന്ന നിനക്ക് കൊള്ളാം. എടി സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മിലനാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഓ, അവൻ എങ്ങനെങ്കിലും വരട്ടെ, കിട്ടുന്നതെല്ലാം ഒറ്റയ്ക്ക് തന്നെ വാങ്ങട്ടെ. സാറിനെ കണ്ടിട്ട് ആള് ഭയങ്കര ദേഷ്യക്കാരനാന്ന് തോന്നുന്നുണ്ട്. എടി പാവല്ലേടി എൻ്റെ ചങ്ങായി. പാവൊക്കെ തന്നെയാ, പക്ഷെ കയ്യിലിരിപ്പ് തീരെ രസമല്ല. അവനെന്താ ആണുങ്ങളെ മാത്രമല്ല പിടിക്കത്തുള്ളൂ, പെണ്ണുങ്ങളെ പിടിക്കത്തേ ഇല്ലല്ലോ. ഇത്ര ലേറ്റായോ? 10:15. സബാഷ്. പുതിയ സാറ് വരണുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങേരുടെ മുന്നിൽ ഞാനെങ്ങനെ പോകും? സാരല്ല, ധൈര്യം സംഭരിച്ച് പോകാം. നോക്കാം. സാർ, മേ ഐ കം ഇൻ? ഡോ, തനിക്ക് മാത്രം ഇത്ര പ്രത്യേക സമയം? എല്ലാവരും നേരത്തെ തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ലേ? മണി 10:15. താനൊക്കെ എന്തിനാണോ, പഠിക്കാൻ തന്നെയാണോ ഇവിടെ വരണത്? ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്, ഞാൻ ക്ഷമിച്ചു. ഇനി മേലിൽ ഇത് ആവർത്തിച്ച ഒരു കൂട്ടം ഞോട്ടങ്ങ് മുൻപിലിട്ട് തരും. പിന്നീട് അത് പഠിച്ച് കേൾപ്പിച്ചിട്ട് തനിക്കൊക്കെ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരോടും കൂടിയാണ് പറയണത്. ഇനി മേലിൽ എൻ്റെ ക്ലാസ്സിൽ ലേറ്റായി വരരുത്. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻ, റെസ്പെക്റ്റ്, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളായിട്ടേ നിങ്ങൾ ഇനി എൻ്റെ ക്ലാസ്സിലൂടെ ഇരിക്കാൻ പാടത്തുള്ളൂ. ഇനി താൻ തൻ്റെ സീറ്റിൽ പോയിരിക്കും, ലാഡി ഫോൾ. സാർ, എന്തിനാ കാര്യമാണ് ഇങ്ങനെ ചൂടാവണത്? സാറിന് അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിച്ചൂടെ എന്താ ഞാൻ ലേറ്റ് ആവാനുള്ള കാരണമെന്ന്? എല്ലാവരെ പോലെ കള്ളം പറയുന്ന സ്വഭാവം എനിക്കില്ല. ഈ വില്ലൻ അതൊരിക്കലും ഉണ്ടാവാനും പോണില്ല. ആൻഡ് സാർ എല്ലാം പറഞ്ഞത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ എന്നെന്തിനും ബ്ലഡി ഫുൾ എന്ന് വിളിക്കണം? അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു? പിന്നെ സാറിനെ അങ്ങനെ വിളിക്കാൻ മാത്രം വലിയ അവകാശമൊന്നുമില്ല. ഓക്കെ. അതെ മോൻ, അധികം ആളാവാൻ അങ്ങ് നിൽക്കണ്ട. മിലൻ എന്ന കുട്ടിയായാൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ പിള്ളേരെ പഠിപ്പിച്ചിട്ടും അവരെ കൊണ്ട് നന്നാക്കിയിട്ടൊക്കെ തന്നെയാണ് ഈ കോളേജിലും നിൻ്റെ ക്ലാസ്സിലും ഇപ്പം വന്ന് നിൽക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറായിടത്തോളം എനിക്ക് നിങ്ങളിൽ അവകാശം തന്നെ ഉള്ളൂ. പിന്നെ 9:30-ക്കുള്ള ക്ലാസ്സിന് 9:45 വന്നാലും ഞാൻ ഇതൊക്കെ തന്നെ പറയും. ഞാൻ അങ്ങനെയാണ്. എൻ്റെ സ്റ്റുഡൻസ് ലേറ്റ് ആവുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ 10:15 മോൻ എത്തിയത്. മോൻ അധികം പാചകം അടിക്കണ്ട. മോൻ പോയിട്ട് മോൻ്റെ സീറ്റിലിരിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പുറത്ത് പോ. ഓക്കെ, ഞാൻ പുറത്ത് പോയിക്കോളാം. ഓ ഷിറ്റ്. എന്തിനാണാവോ ഞാൻ ദേഷ്യപ്പെട്ടത്? എന്തായാലും അയാൾ എൻ്റെ അധ്യാപകനാണ്. എന്തായാലും അയാൾക്ക് എന്നിൽ അവകാശമുണ്ട്. ഞാനിത് എന്ത് വകയിലാണ്? ഇനി ഏതായാലും ഇൻ്റർവെല്ലിന് അയാളോട് പോയി സോറി പറയാം. അതെ മില്ലൻ, ദേഷ്യം ഉണ്ടെങ്കിൽ സോറി. പിന്നെ സങ്കടപ്പെട്ടിരിക്കണ്ട. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഫസ്റ്റ് ഡേ ആണെന്ന് നോക്കിയില്ല. സോറി. ഇറ്റ്സ് ഓക്കെ സാർ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്. സോറി. എന്നാൽ ശരി സാർ, ഞാൻ പോവാം, പിന്നെ വരാം. ജൂനേട്ടാ, നമ്മുടെ മോനിപ്പോൾ തീരെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അവൻ എന്നും ഇങ്ങനെ നമുക്ക് വേണ്ടി ഓടുന്നു. പോരാത്തതിന് കോളേജിൽ നിന്ന് ലേറ്റായിട്ട് നമുക്ക് വേണ്ടി പോകുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അവന് പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് കൂട്ടാനായിട്ട് അവൻ്റെ സാറിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം, അതായത് ഒരു 2-3 months അവനെ അങ്ങ് കൊടുക്കാം. അതായത് അവൻ്റെ പഠിത്തത്തിൽ അങ്ങനെ അവൻ്റെ പഠിത്തം മെച്യൂർ ആവുകയും ചെയ്യും. അവനിക്ക് പഠിത്തത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം കൂടുകയും ചെയ്യും. അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ അവന് കല്യാണം നമുക്കറിയാലോ, ആളൊരു ഗേ ആണ്. അവന് പെണ്ണുങ്ങൾ സെറ്റാകത്തില്ലല്ലോ. സോ പഠിച്ച് അവൻ്റെ നിലയിലെത്തി അവൻ എന്തെങ്കിലും ജോലിയൊക്കെ ആകുമ്പോൾ അവന് തനിയെ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നു. അതെ ജെന്നി, മാരേജിനെ കാട്ടി പ്രധാനമാണ് പഠിത്തവും ജോലിയും ഒക്കെ. ഐ തിങ്ക് നീ പറഞ്ഞതാണ് ശരി. നമുക്ക് അവനെ അവൻ്റെ സാറിൻ്റെ വീട്ടിലയക്കാം. പിന്നീട് അവൻ്റെ ഒരു പഠിത്തത്തോടുള്ള ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ അവൻ തനിയെ പഠിച്ചു തുടങ്ങും. ഞാനൊന്ന് അവനെ സാറിനെ പോയി കാണാൻ ശ്രമിക്കാം. ഡാഡി മമ്മി, നല്ല ആലോചന തോന്നുന്നുണ്ടല്ലോ. നല്ല കാര്യമാണെങ്കിൽ എന്നോടും കൂടി ഷെയർ ചെയ്യൂ. ഒന്നുമില്ലടാ മോനെ, നിന്റെ പഠിത്തത്തെ പറ്റി ഞങ്ങളൊന്ന് പറഞ്ഞതായിരുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ കണ്ടിന്യൂ. ഞാനെന്നാൽ പോയി കിടക്കട്ടെ, വല്ലാതെ ക്ഷീണം. സാർ, ഞാൻ മിലൻ്റെ ഫാദറാണ്. പേര് ജോൺ. പിന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. അതാണ് ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞത്. മിലൻ്റെ ഫാദറാണോ? നൈസ് ടു മീറ്റ് യു. ഇന്നലെ ലേറ്റായി വന്നതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഹി ഈസ് സച്ച് എ ബോൾഡ് മാൻ. ആൻഡ് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നൈസ് ടു മീറ്റ് യു. താങ്ക് യു സാർ, നൈസ് ടു മീറ്റ് യു. പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ഒരു തൈറോയ്ഡ് പേഷ്യൻ്റാണ്. അവളെ ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. എൻ്റെ മോനാണ് ഡ്രോപ്പ് ചെയ്യുക. അതായത്
എൻ്റെ മോന് ഞങ്ങൾ എത്ര ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും അവൻ ഡ്രോപ്പ് ചെയ്യും. അത്രയും പാവമാണ്. പഠിത്തത്തിൽ ഒരിക്കലും ശ്രദ്ധിക്കില്ല. എൻ്റെ വൈഫിൻ്റെ ഒരു പരാതി അത് മാത്രമാണ്. ഒരിക്കലും പഠിത്തത്തിൽ ശ്രദ്ധിക്കില്ല. ഞങ്ങളിൽ മാത്രം അവൻ്റെ ശ്രദ്ധ. അത് മാറ്റണം സാർ. പഠിത്തത്തോട് അവനിക്ക് ഇൻട്രസ്റ്റ് വേണം. പഠിത്തത്തെ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. ഞങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. പക്ഷേ ഞങ്ങളെ മാത്രം നോക്കി നിന്നാൽ അവനിക്ക് ജയിക്കാൻ പറ്റത്തില്ല. എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം മക്കൾ പഠിച്ച് വലിയ ഉന്നത സ്ഥാനത്ത് എത്തണമെന്നാണല്ലോ. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് സാർ. ഞങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത്. ഞങ്ങളുടെ മോൻ പഠിച്ച് വലിയ ഉന്നത സ്ഥാനത്തെത്തി ഞങ്ങൾ നോക്കണം എന്നുള്ളത്. അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷവും. അതുകൊണ്ട് പറയുവാണ്, 3 മാസം കൂടിപ്പോയാൽ 3 മാസം സാറിൻ്റെ വീട്ടിൽ എൻ്റെ മോനെ നിർത്തണം. അവനെ പഠിപ്പിക്കണം. നല്ല രീതിയിൽ പഠിപ്പിച്ച് അവൻ്റെ ഉള്ളിൽ ആ ഒരു ഇൻട്രസ്റ്റ്, പഠിത്തത്തോട് ഇൻട്രസ്റ്റ് കൂട്ടണം. ഇപ്പോൾ ഉള്ള പഠിത്തത്തോടുള്ള ദേഷ്യമൊക്കെ മാറണം. പ്ലീസ് സാർ. ഓ അങ്ങനെയോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. 3 മാസമല്ലേ, ഞാൻ അവനെ പഠിപ്പിച്ചോളാം. പിന്നെ താങ്കൾ ഹാപ്പി ആയിരിക്കുമോ? എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തന്നോളാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഓ താങ്ക് യു സാർ. പണമൊന്നും വേണ്ട. നന്ദിയുണ്ട് സാർ. ഇറ്റ്സ് ഓക്കെ, എനിക്ക് ക്ലാസ് ഉണ്ട്, എന്നാൽ ഞാൻ പോവാം. അപ്പോൾ ഗുഡ് മോർണിംഗ് എവരി വൺ. മിലൻ ഒന്ന് ഇൻ്റർവെൽ ആകുമ്പോൾ ക്യാൻറ്റീൻ വരെ വരണം. ഓക്കെ. പിന്നെ ഇന്നലെ ഞാൻ എവിടം വരെ ആയിരുന്നു എടുത്തത്? സാർ അബൌട്ട് 6. യെസ്, അപ്പം നമ്മൾ എൻഡ് ചെയ്തത് സെക്സ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നലെ എന്നെ നല്ല രീതിയിൽ പിണങ്ങി, സോറി പറഞ്ഞു. ഇന്നെന്തിനാ ഇനി വീണ്ടും ഞാൻ ക്യാൻറ്റീനിൽ പോകുന്നത് സാറിൻ്റെ കൂടെ? എന്തെങ്കിലും ഉണ്ടാവുമോ? പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചാപ്റ്ററിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് ഇപ്പം നമ്മുടെ സൊസൈറ്റി ആക്സെപ്റ്റ് അധികമായിട്ട് ചെയ്യാത്തതും എന്നാൽ പോലും ചെറുങ്ങനെ ആക്സെപ്റ്റ് ചെയ്തതും ആയിട്ടുള്ളൊരു കാര്യമാണ് ഗേ ആൻഡ് ലെസ്ബിയൻ, റൈറ്റ്? അപ്പോൾ എനിക്ക് അതേപ്പറ്റി നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഹായ് സാർ. സാർ എന്താ എന്നെ കാണുന്നെന്ന് പറഞ്ഞത്? ഓ അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ബാഡായി, അതായത് സ്റ്റഡീസിന് ബാഡായ ഒരു സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് അവരെ 3 മന്ത് എൻ്റെ വീട്ടിൽ നിൽപ്പിക്കും. 3 മന്ത് ഓർ 4 മന്ത് എപ്പോഴാണ് അവർ നല്ല രീതിയിൽ പഠിക്കുന്നത് അത് വരെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് തന്നെയാണ്. കാരണം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി ഇതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി തനിക്ക് എൻ്റെ വീട്ടിൽ വരാം. രാവിലെ നമുക്ക് ഒരുമിച്ച് കോളേജിലോട്ട് വരാം. അതാകുമ്പോൾ താനിനി ലേറ്റ് ആവത്തുമില്ല. പാരൻസിനോട് ഞാനെല്ലാം ചോദിച്ചു, അനുവാദം വാങ്ങിയിട്ടുണ്ട്. നോ, ഇനി എനിക്ക് ഇതേപ്പറ്റി ഒന്നും കേൾക്കണ്ട. ഇന്ന് രാത്രി തന്നെ എൻ്റെ വീട്ടിൽ വരിക. ഓക്കെ. കുറച്ചൊക്കെ എതിർപ്പുണ്ടെങ്കിലും സാരമല്ല, എനിക്ക് തന്നെ ബോധിച്ചു. ഐ ലവ് യു. സാർ, ഈ ലൈറ്റ് എന്താ ഇങ്ങനെ ഇട്ടത്? അയ്യോ, ഇത് ഭയങ്കര ബോറാണ്. എനിക്ക് ബോറായിട്ട് തോന്നിയിട്ടില്ല, എനിക്കിതാ ഇഷ്ടം. സാർ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ. പാരൻസൊക്കെ എന്ത് ചെയ്യണു? കണ്ടില്ല ഇതുവരായിട്ടും. ഓ, അവർ ഗൾഫിലാണ്. അവരവരുടെ ബിസിനസ് ചെയ്യുന്നു. ഓ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നീ ഇപ്പോൾ കിടന്നോ? യു പ്രൊവോക്കിംഗ് മീ മോർ ആൻഡ് മോർ ടു ഡു ഇറ്റ്. നിൻ്റെ ബോഡി അതെനിക്ക് വേണം. അല്ല, അപ്പം സാർ എവിടെയാണ് കിടക്കണേ? ഈ ഹൗസിൽ ഏറ്റവും ബെറ്ററായി തോന്നിയൊരു റൂമാണ് ഞാൻ തനിക്ക് തന്നത്. അത് വേറെ ആരുടെ റൂമല്ല, എൻ്റെ റൂം തന്നെയാണ്. എനിക്ക് എൻ്റെ റൂമിൽ കിടക്കേണ്ട ഉറക്കം വരത്തില്ല. നമുക്ക് 2 പേർക്കും ഇവിടെ കിടക്കാം. സാർ, അത് പിന്നെ എനിക്കിങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കണം. ഒരാളുണ്ടായാൽ പറ്റത്തില്ല. എനിക്ക് വേറെ റൂം കിട്ടിയാൽ കുഴപ്പമില്ല. ഐ ആം യുവർ സാർ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ എൻ്റെ കൂടെ കിടന്നു, ഒരു പ്രശ്നവുമില്ല. സോറി സാർ, ഐ എം ഗേ. സോ വാട്ട്? നത്തിങ് സാർ. ഓക്കെ, യു ക്യാൻ ഗോ ഇൻ ബെഡ്. വി ക്യാൻ സ്ലീപ്പ് സൈഡ് ബൈ സൈഡ് ഇൻ ബെഡ്. ഓക്കെ, ഐ ലവ് യു. ബട്ട് തൻ്റെ ഫ്യൂച്ചർ ഞാനായിട്ട് നശിപ്പിക്കില്ല. Milan, today is Saturday, not working college. So, നീ എൻ്റെ കൂടെ വാക്കിങ്ങിന് വരുന്നു? നോ സാർ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു വാക്കിംഗ്. സാർ വെക്കോളൂ, ഞാനിവിടെ എന്തെങ്കിലും കുക്ക് ചെയ്യാം. ഓ ഇറ്റ്സ് ഓക്കെ. ദാത്തേ, ഓ മൈ ഗോഡ്, വാട്ട് എ സർപ്രൈസ്. ഓ നീയോ? എടാ നീ ഇപ്പോൾ വന്നു ദുബായിന്ന്. നീ എൻ്റെ വീട്ടിലോട്ട് വാ. കുറച്ച് മുമ്പേ ഇവിടെ എത്തിയടാ. ഒന്നും പറയാനൊന്നുമില്ല. നിന്റെ വീട്ടിൽ പോവാം, എന്നിട്ട് ബാക്കി. ആ സാറ് വന്നോ? ആ ഇതാരാ? ഓ ഇറ്റ്സ് മൈ ഫ്രണ്ട്. നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കട്ടോ. നീ എന്താ ഈ പറയുന്നത്? ഞാൻ നിന്റെ ഫ്രണ്ടാണോ? ഞാനിപ്പോഴും നിന്റെ പഴയ പോലെ തന്നെ കാണുന്നത്. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അവർക്ക് പറഞ്ഞു വെച്ച് നീ വീണ്ടും എന്നോട് ഇങ്ങനെ. പ്ലീസ് ഒരിക്കലും അത് പാടില്ല. ഞാൻ ഒന്നുകൂടി പറയാണ്, സോറി.
എന്നോട് ക്ഷമിക്കുക. ഞാൻ വന്നല്ലോ. ഞാൻ ഇനി നിന്നെ വിട്ട് പോവില്ല, ഒരിക്കലും പോവില്ല. സോറി, അന്ന് നീ എൻ്റെ ഫീലിങ്സ് വെച്ചാ കളിച്ചത്. കള്ള് കുടിച്ചാൽ സത്യം തന്നെ പറയും മനുഷ്യർ. പറയാനുള്ളത് തുറന്ന് പറയും. അന്ന് നീ ആദ്യമായിട്ട് മദ്യപിച്ചപ്പോൾ തുറന്നു പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാലോ. നീ ഒക്കെ എന്താടാ, നീ എനിക്കൊരു ഭാരമാണ്. നിന്നെ ഞാൻ നോക്കുന്നത് എൻ്റെ ഫീലിങ്സിന് വേണ്ടിയാണ്, അല്ലാണ്ട് ഞാൻ ഗേ ഒന്നല്ല. എനിക്ക് ആ ഒരു ജീവിയാവാൻ ആഗ്രഹമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം. നീ എൻ്റെ ഫീലിങ്സ് വെച്ച് തന്നെ കളിച്ചു. സാരമല്ല, അതൊക്കെ വിട്ടു. അതൊക്കെ ക്ഷമിച്ച് വീണ്ടും ഞാൻ നിന്നെ എൻ്റെ ഫ്രണ്ടായിട്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്തല്ലോ. അതിൽ നീ ഹാപ്പിയാകും. ഓക്കെ. സാർ, ഇതാ വെള്ളം. എനിക്ക് ചെറിയ തലവേദന, ഞാനൊന്ന് റൂമിൽ പോയിട്ടുണ്ട്. ഓഹോ, അപ്പോൾ അതായിരിക്കും നിന്റെ പുതിയ ഐറ്റം. നിന്നെ എന്നെ വീട്ടിൽ കയറ്റി കുടിക്കാൻ കുറച്ച് വെള്ളം തന്നത് അതെൻ്റെ മര്യാദ. നീ അവനെ തൊട്ട് കളിക്കണ്ട, അവനെ പറ്റി പറയാൻ വേണ്ട. എന്തായാലും നിന്നെയും കട്ടിക്കൊള്ളാം. വേണമെങ്കിൽ അവനെ തന്നെ ഞാൻ പ്രേമിക്കും, കല്യാണം കഴിക്കും, എന്തെങ്കിലും ചെയ്യും. നീ അത് നോക്കാൻ വരണ്ട. അപ്പോൾ ഹി ലവ് മീ? നമ്മുടെ മിലൻ അവരുടെ കോൺവെർസേഷനും പിന്നീട് മിലനെ പറ്റി നമ്മുടെ തേ പറഞ്ഞതും ചിന്തിച്ച് തല പുകയിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ രാത്രിയായി. എന്താ മിലൻ, നീ ഉറങ്ങുന്നില്ലേ? ഉറക്കില്ലേ? ഇല്ല, ഉറക്കില്ല. എന്താ, തനിക്ക് എന്നെ ഉറക്കാൻ പറ്റുമോ? വൈ നോട്ട്? നിനക്ക് സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. എന്താ വേണോ? വേണമെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ് മൈ ബേബി. ഓ അങ്ങനെ. എന്നിട്ടോ? അപ്പോൾ അത്രയൊക്കെ ആയുള്ളോ? എന്നിട്ട് എന്താവാനാ? എടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇതെന്താ ഇത്ര അധികാരത്തോടെ തേനോട് എടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്? ഇവളാരാ? നീ എന്നെ പ്രപ്പോസ് ചെയ്തതല്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെ ആണടി. ആരാ ഇവളാരാ? ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞതാണല്ലോ. സ്റ്റുഡൻസിന് എന്താ ഇവിടെ കാര്യം? നീ ഇപ്പോൾ ക്ലാസ്സിൽ പോയിരിക്കേ, ഞാൻ വരുന്നുണ്ട്. ഹോബി, ഞാൻ ജിമ്മിനായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ നീ വീണ്ടും എന്നെ പ്രപ്പോസ് ചെയ്തല്ലേ? എടാ, ഹീസ് മൈ ബോയ് ഫ്രണ്ട്. ഇപ്പോൾ പോയവൻ, അതുകൊണ്ട് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. ഇപ്പോൾ ഞാനിനി കുറേ എന്തെങ്കിലും കാണേണ്ടി വരും. എന്നോട് മിണ്ടത്തും ഉണ്ടാവില്ല. ഞാൻ ഗേ ആണ്. ഇനി എന്നെ പുറകെ ഇങ്ങനെ നടക്കണ്ട. പ്ലീസ് ലീവ് മീ. ഓക്കേടാ, ഞാനൊരു ഫ്രണ്ടായിട്ട് ഇനി നിന്നെ കാണുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും എത്തിയോ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട്? ഇല്ല സാർ, മിലൻ എത്തിയില്ല. ഓ, ഇവനെ കൊണ്ട്. ഓക്കെ, നിങ്ങൾ ശബ്ദമില്ലാണ്ടിരിക്കെ, ഞാനൊന്ന് അവനെ നോക്കിയിട്ട് വരാം. എവിടെ പോയി കിടക്കുവാണോ എന്തോ. ഇവൻ്റെ ഈ ജലസിനെ ആദ്യം കൊല്ലണ്ടേ. ഓ ഷീറ്റ്, ഇവനത് എവിടെയാണ്? ഇനി വാഷ്റൂമിൽ എങ്ങനെ ഉണ്ടാവും? നീ ഇവിടെ ഉണ്ടായിനോ? മിലൻ, വാ, ക്ലാസ്സിൽ വാ. താൻ പോയി തൻ്റെ സൂര്യനോട് പറ ക്ലാസ്സിൽ വരാൻ. സൂര്യനോ? അതാരടാ? ഒന്നും അറിയാത്ത പോലെ. എനിക്ക് തന്നെ ഇഷ്ടമൊക്കെയാണ് എന്ന് പറഞ്ഞില്ലേ ഒരുത്തിയോട്, അവളെ തന്നെ. സൂര്യനെ പാലച്ചിരിക്കുന്ന അവളെ തന്നെ. ഓ, ഷീസ് മൈ ക്ലാസ്മേറ്റാ. പോരാത്തതിനും ജിമ്മിൻ്റെ സിസ്റ്ററുമാണ്. ഓ ആയിക്കോട്ടെ, എന്നെ ഇപ്പം നോക്കണ്ട, ക്ലാസ്സിൽ പോയിക്കോ. സാറാണല്ലോ സാർ. ഓ എൻ്റെ പൊന്നോ, നീ ഒന്ന് വാ, ലേറ്റ് ആവുന്നുണ്ട്. വാടാ. ഇല്ല, ഞാൻ വരില്ല. എനിക്കൊരു കിസ് തന്നാൽ ഞാൻ വരും. ഇപ്പം നീ ക്ലാസ്സിൽ വാ, ബാക്കി ഞാൻ രാത്രി തരാം. ഓക്കെ. ഇവനത് എവിടെ പോയി നിൽക്കുവാണോ ആവോ? പാത്രമൊന്നും കഴുകാൻ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എന്നിട്ടും കഴുകണുണ്ട് വലിയ അമ്മമ്മയെ പോലെ. രാവിലെ ആയാൽ അത് തനിയെ അങ്ങ് അറിയാതെ കഴുകിപ്പോവുമല്ലോ കഴിക്കുമ്പോൾ. അതൊക്കെ പോരെ. ഇവൻ എന്തിനാ ഇപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്യണത്? എൻ്റെ മൂഡ് കളയാനായിട്ട്. ടൈമും വെറുതെ പോകുന്നുണ്ട്. നാളെ ആണെങ്കിൽ കോളേജും ഉണ്ട്. അമ്മേ, എൻ്റെ നടുവൊട്ടിഞ്ഞ്. ഇതെത്ര പാത്രം ഇത് കഴുകാനുള്ളത്? 3-4 ദിവസത്തെ അങ്ങ് കൂട്ടി വെച്ചേക്കും കഴുകാണ്ട്. പ്രൊഫസറാണത്ര, പ്രൊഫസർ. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പോയ പാട് കിടന്ന് ഉറങ്ങണം. ഇനി അത് മാത്രം മതി.
ഇന്ന് പറയും പോലെ എന്തോ പറഞ്ഞിക്കല്ലോ എന്നോട്. ഓ വേണ്ട, ഉറങ്ങാം. പ്ലീസ് കം മിലൻ, കം. അതെ, വല്ലാത്ത ക്ഷീണം, ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. നീയല്ലേ എന്തോ വേണമെന്നൊക്കെ പറഞ്ഞിന് കോളേജിൽ നിന്ന് ടോയ്ലറ്റിൽ വെച്ചിട്ട്. എന്നിട്ട് ഇപ്പം എന്താ ഉറക്കോ? പോരാത്തേന് ഐ എം വെയിറ്റിംഗ്. ഇങ്ങനെ പറഞ്ഞല്ലേ എങ്ങനെയാ? എനിക്ക് തീരെ വയ്യ, എനിക്ക് ഉറക്ക് നല്ലോണം വരുന്നുണ്ട്, ഒന്നും നടക്കത്തില്ല. ഓക്കെ, ഐ എം നോട്ട് ഫോഴ്സിങ്. മിലൻ, ഐ കാൺ സ്ലീപ്പ്. ഓ, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? എനിക്കൊരു കിസ് തന്നാൽ മതി. എൻ്റെ ബയോളജി പ്രൊഫസർ എന്തിനാ ഇങ്ങനെ ബെഗ് ചെയ്യണത്? ഞാൻ തരാം. Can I kiss you? How should I respond? എന്താ നീ പറഞ്ഞു വരുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാർ, ഞാൻ പറയുന്നത് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം സാറിൻ്റെ എക്സ് ലവറിൻ്റെ ബ്രദറാണ് മിലൻ, അതായത് ജിമിൻ്റെ ബ്രദറാണ് മിലൻ. ഞാൻ ഇന്നലെയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞത്. ഐ ഫീൽ മിലൻ സാറിനെ ചീറ്റ് ചെയ്യുന്നത് പോലെ. കാരണം സ്വന്തം ബ്രദർ അനുഭവിച്ച ഒരു സങ്കടം സാറിനും കൂടി തരാൻ പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, സാർ വെറുതെ ഇനി ഒരു കുരുക്കിലും ചെന്ന് പെടണ്ട, നല്ലതിന് പറഞ്ഞതാണ്. ബട്ട് വൈ? ഐ കനോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. തനിക്ക് എന്ത് തെളിവാണുള്ളത് ഇതെന്നെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ? സാർ, ഞാൻ തന്നെയാണ് വലിയ തെളിവ്. ഞാനും മിലനും അവൻ്റെ ചേട്ടനും അയൽവാസികളാണ്. ഞാനും മിലനും ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഫ്രണ്ട്സാണ്. ആൻഡ് ആ ഒരു രീതിയിൽ എനിക്ക് അവൻ്റെ ക്യാരക്ടർ തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ചേട്ടനെയാണ് അവനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പാരൻസിനെയും കാട്ടും. പിന്നെ ചേട്ടൻ വേദനിച്ചാൽ അതിനെന്തായാലും അവൻ റിവെഞ്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചൈൽഡ്ഹുഡിൽ ഞങ്ങൾക്കൊരു ശത്രു ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലുണ്ടായതാണ്. അവൻ ഒരു ദിവസം അവൻ്റെ ചേട്ടൻ്റെ തലയിൽ കല്ലെറിഞ്ഞപ്പോൾ റിവെഞ്ചിനായിട്ട് മിലനാണ് പോയത്, അവൻ്റെ ചേട്ടനല്ല പോയത്. അത് ഞാനൊരു എക്സാമ്പിളായി പറഞ്ഞതാണ്. ഇറ്റ്സ് ഓക്കെ, ഞാനിത് അതിൻ്റെ കാര്യം നീ അവനോട് പറയണ്ട. അതുപോലെ തന്നെ നീ ടീച്ച് ചെയ്യുമ്പോൾ കുറേ പേര് നിന്നെ നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗേൾസ്. അതിനെ വേറെ രീതിയിലാണ് നോക്കുന്നത്. എനിക്കത് തീരെ ഇഷ്ടമാവുന്നില്ല. അല്ല, കുറേ നേരമല്ല ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ പറ്റിയത് നിനക്ക്? നീ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണേ? ഒന്നുമില്ല, ലെറ്റ്സ് ബ്രേക്കപ്പ്. എടാ പട്ടി, തമാശ പറയേണ്ട സമയമല്ലോ ഇത്, കേട്ടോ? ആര് പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞാന്ന്? ഞാൻ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞാന്ന്? ഇല്ലല്ലോ. ലെറ്റ്സ് ബ്രേക്കപ്പ്. എൻ്റെ കൺമുമ്പിലാണ് ഞാൻ കണ്ടുപോരുത്. എടാ നീ പോവില്ലേ? എന്നാണ് പറഞ്ഞിട്ട് പോവും? ഇത് ഇവൻ തന്നെയാണോ? ഇവനെന്താ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത്? പ്ലീസ് കാര്യം പറ, എന്നോട് പറ. ആ പറയാം. ഇതെൻ്റെ വീടാണ്. സോ എനിക്ക് പറയാനുള്ളത് നീ ഇറങ്ങിപ്പോ. എനിക്കിത് സഹിക്കാൻ പറ്റണില്ല. പ്ലീസ് പ്ലീസ് ഇറങ്ങിപ്പോടാ എൻ്റെ മുമ്പിൽ നിന്ന്. എടാ ഞാൻ പോണു. ശരി എന്നാ. മെമ്മറീസ് ആർ ഓൾവേസ് പെയിൻഫുൾ. അമ്മയച്ഛനും എന്തിനാ ഇപ്പം അങ്ങേരുടെ വീട്ടിൽ എന്നെ കൊണ്ടാക്കിയത്? എന്നിട്ട് ഞാൻ പഠിച്ചിനോ? ഇല്ല, കുറേ അനുഭവിച്ചു, സുഖവും സങ്കടവും എല്ലാം അനുഭവിച്ചു. ഇനിയൊന്നും എനിക്ക് വയ്യ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ന്യൂ സ്റ്റാർട്ടിങ് ഞാൻ പറയും ജിമിനേട്ടാ. എൻ്റെ ബേബി എന്തിനാ വെറുതെ സാഡ് ആവണത്? ചേട്ടൻ നിൻ്റെ കൂടെ ഒന്നുമുണ്ടല്ലോ. ഇപ്പോൾ ഒരു മാസം നീ അയാളുടെ കൂടെയാന്ന് പാരൻസ് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നീ എൻ്റെ കൂടെയല്ലേ നിന്നത്. വെറുതെ സാഡ് ആവണ്ട, ഞാൻ പോയിട്ട് വരാം. ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരും കേട്ടോ, നീ പോകണ്ട ഒറ്റയ്ക്ക്. ഓ ഷിറ്റ്, ഇവൻ വന്നപ്പോഴേക്കും പുതിയ ബോയ് ഫ്രണ്ട്. ഹെമില്ലൻ, എന്താ ഇത്രയും കാലം ലീവായത്? 1 മന്തിനടുത്താണ് ലീവായത്. 1 മന്ത് ലീവായതിനെ പറ്റി ഞാൻ ഓൾറെഡി പ്രിൻസിപ്പളോട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് ടീച്ചറായതുകൊണ്ട് പറയുകയാണ്, പേഴ്സണൽ ഇഷ്യൂസാണ്. എല്ലാ നോട്ട്സും ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ട് നീ പോകാൻ പാടുള്ളൂ. സോറി സാർ, ഐ എം നോട്ട് റോബോട്ട്, എനിക്ക് പറ്റത്തില്ല. ഇറ്റ്സ് ഓക്കെ, 2 days അതിനുള്ളിൽ കംപ്ലീറ്റ് ആക്കി കൊണ്ടു തന്നിട്ടില്ലെങ്കിൽ നീ നിൻ്റെ പാരൻസിനെയും കൂട്ടി ഇവിടെ വരണം. ഓക്കെ? താൻ എന്തൊലക്കമത്തെ വർത്താനായി പറയണത്? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ,
ഞാനിവിടെ 1 മാസം ലീവാവാൻ കാരണം താനാണ്. അതുകൊണ്ട് തനിക്ക് എഴുതി തരാൻ പറ്റും. 2 ദിവസം കൊണ്ട് എൻ്റെ നോട്ട് 1 മന്തിലുള്ള നോട്ട് 2 days എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എക്സ്ക്യൂസ് മീ സാർ, യെസ്, എന്താ? എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. ഇൻ്റർവെല്ലിന് ഞാൻ അവിടുത്തെ ക്യാൻറ്റീൻ ഉണ്ടാവും, അപ്പോൾ ഒന്ന് വരണം. ചേട്ടനെല്ലാം കുളമാക്കുന്ന തോന്നണം. എൻ്റെ പേര് ജിമിൻ എന്നാണ്. ഞാൻ മിലൻ്റെ ബ്രദറാണ്. എനിക്ക് ആകെ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീസൺ, അതായത് എന്തുകൊണ്ട് എൻ്റെ ബ്രദറുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ബ്രേക്കപ്പ് എന്ന വഴിയിലെത്തിച്ചു. എന്തുകൊണ്ട് എൻ്റെ ബ്രദറുമായിട്ട് ബ്രേക്കപ്പ് ആയി, റീസൺ എനിക്കറിയണം. അതറിഞ്ഞാൽ ഞാൻ പൊക്കോളാം. വാട്ട്? ജിമ്മി? മിലൻ്റെ ഫ്രണ്ട് ജാക്സൺ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. തൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഞാനല്ല, തൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെയും എൻ്റെയും പേര് സെയിം ആണ്. തൻ്റെ കൂടെ തന്നെ ഏറ്റവും വിശ്വസിച്ച് നിന്ന് അവനെ വിശ്വസിക്കാതെ ഇന്നലെ എങ്ങാനും വന്ന് പറഞ്ഞ് അവനെ വിശ്വസിച്ചിട്ട് എൻ്റെ ചെക്കനെ എന്തിനു വെറുതെ സങ്കടപ്പെടുത്തി. അവൻ എത്ര കരഞ്ഞു. എങ്ങനെയൊക്കെയോ ഞാൻ ഓക്കെ ആക്കി ഇവിടെ കൊണ്ടുവന്നതാ. അപ്പോൾ താൻ വീണ്ടും അവന് കിട്ടൊരു പണി കൊടുക്കുകയാണോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ബ്രദറിനെ ഇവിടെ നിന്ന് ഞാൻ മാറ്റിയാൽ മതിയോ? പഠിത്തം കഴിയാനായിപ്പോയി, അല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ. എനിക്കറിയില്ല. അവൻ നല്ലോണം മാറി. അവനിനി ആക്സെപ്റ്റ് ചെയ്യില്ല. എത്രയൊക്കെ ആയാലും ഇങ്ങനെയൊന്നും ആരെയും തെറ്റിദ്ധരിക്കരുത്. അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ആളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ ഇപ്പം ഈ പ്രശ്നമൊക്കെ വന്നത്. അവൻ എന്തായാലും മാറിയിട്ടൊന്നുമില്ല. പുറമേൽ അങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഉള്ളിൽ അവൻ എപ്പോഴും പൊട്ടിക്കരയുന്നതായിരിക്കും. ഇനിത്തേ കരയണ്ട, മതി. എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത് തന്നെ. അത്രയും കാലം നിഴലെ പോലെ കൂടെ ഉണ്ടായവർ, അവരെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് വേറെ ഇടുന്ന് കേട്ടാൽ അതങ്ങ് വിശ്വസിച്ച് അപ്പോൾ തന്നെ അവരങ്ങ് അവഗണിക്കും. എന്തിനങ്ങനെ ചെയ്യണത്? ചെയ്തിട്ട് എന്താ കിട്ടണത്? ഇനി നീ എൻ്റെ കൂടെ വന്ന പിന്നെ ഒരിക്കലും നീ കരയിക്കില്ല ഞാൻ. എനിക്ക് മനസ്സിലായടാ, ഒരു ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ ആരാണോ നമ്മളെ ഏറ്റവും കൂടുതൽ ഹാപ്പിയാക്കുന്നത് അയാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കണം. അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം.